കസ്തൂരിരംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് മലയോരത്ത് നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത കേസുകൾ പിൻവലിച്ചുകൊണ്ട് ഉത്തരവായി. മലയോര ജനതയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ പിണറായി സർക്കാർ തന്ന ന്യൂ ഇയർ ഗിഫ്റ്റാണ് ഉത്തരവെന്നും ഏറെ സന്തോഷം പകരുന്ന സമ്മാനമാണിതെന്നും ഫാദർ തോമസ് മണക്കുന്നേൽ പ്രതികരിച്ചു. 2013 നവംബർ 14 മലയോര ജനതയാകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കർണാടക പോലീസ് സർവേക്കെത്തിയത്. ആശങ്കയിലായ നാട്ടുകാർ പോലീസിനെ തടഞ്ഞു. അതോടെ സംഘർഷാവസ്ഥയായി. കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ മാനസികാവസ്ഥ പോലും വകവെക്കാതെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ 1000-ലേറെ പേർക്കെതിരെ ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്തു. നിരപരാധികളെ അടക്കം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മാരകമായിട്ട് ഇവർ ചെയ്തത്. പേരാവൂർ ചെന്നിട്ട് പേരാവൂരിൽ നിന്നാണ് സിയുടെ മുമ്പിൽ ചെയ്തത്. നല്ല ഇടിയെന്ന് പറഞ്ഞാൽ ബ്ലഡ് മൂക്കിയുടെ ഒഴുകി. ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പം ജയരാജ് സാർ വന്നായിരുന്നു അവിടെ. അപ്പോൾ വന്ന് ഫസ്റ്റിൽ പറഞ്ഞ വാക്ക് പുള്ളി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കേസ് തള്ളിക്കളയും, പേടിക്കണ്ട, നിങ്ങൾക്ക് വിഷമമൊന്നും വേണം, നമ്മുടെ തോളെ കൈ എടുത്ത് തല്ലി. ഇത് തമാശന് പുള്ളി സമാധാനിപ്പിക്കുക. നന്ദി, സന്തോഷം. കഴിഞ്ഞ 3 വർഷക്കാലം ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തകരടക്കം നിരവധി തവണ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് UDF സർക്കാരിനെ സമീപിച്ചെങ്കിലും സർക്കാർ അതിന് തയ്യാറായില്ല. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തകരും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ അടക്കമുള്ളവരും മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം സമർപ്പിച്ചു. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി ആ നിർണായക തീരുമാനത്തിൽ ഒപ്പുവെച്ചു. മലയോര ജനതയ്ക്കെതിരെയുള്ള 12 കേസുകൾ പിൻവലിച്ചതായിരുന്നു അത്. അതിന്റെ ആഹ്ലാദത്തിലാണ് മലയോര ജനത. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പെട്ടെന്നൊരു നടപടി ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ടാണ് സാർ നടപടിയെടുത്തതിൽ ഞാൻ കൊട്ടൂർ സംരക്ഷണ സമിതിക്ക് സന്തോഷമുണ്ട്. ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗിഫ്റ്റായിട്ട് കൂടി ഞങ്ങളിത് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങൾ വിചാരിച്ചിലേക്ക് വളരെ അധികമായിരുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട് താനും. കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലായിരുന്നു അന്ന് സണ്ണിച്ചേട്ടനെ പോലെയുള്ളവർ പ്രക്ഷോഭത്തിനിറങ്ങിയത്. ഇന്ന് അവർ ഏറെ സന്തോഷത്തിലാണ്. ഒപ്പം സർക്കാരിന് നന്ദി പറയുകയാണവർ. കൊട്ടിയൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.